The Real FM 103.6. ശ്രദ്ധ. ഉപഭോക്തൃ സംസ്കാരത്തിന്റെ പിന്നാലെ പോകുന്ന മലയാളികളിൽ പലരും വരവിനേക്കാൾ കൂടുതൽ ചെലവ് ചെയ്യുന്നവരാണ്. അങ്ങനെ ചെലവ് നിവർത്തിക്കണമെങ്കിൽ പിന്നെ വായ്പ വാങ്ങുകയല്ലാതെ തരമില്ല. വായ്പ നൽകാനായി സ്വകാര്യ സ്ഥാപനങ്ങളും വ്യക്തികളുമൊക്കെ നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട്. എന്നാൽ വായ്പ വാങ്ങിയ ചിലർക്കെങ്കിലും കഴുത്തറപ്പൻ പലിശക്കാരുടെ കെണിയിൽപ്പെട്ട് ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇത്തരം അനധികൃത വായ്പാ വിതരണം നടത്തുന്നത് തടയാനായി കേന്ദ്ര സർക്കാർ ഒരു പുതിയ നിയമം നടപ്പിൽ വരുത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നു. ഇതു സംബന്ധിച്ച ഒരു കരട് മാർഗനിർദ്ദേശം ഈയിടെ പുറത്തിറക്കുകയുണ്ടായി. പബ്ലിക് പോളിസി എക്സ്പേർട്ട് വിനീത ഹരിഹരൻ. ഇപ്പം നമ്മൾ പറയണത് ഒരു ഡ്രാഫ്റ്റ് ലോ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ബാങ്കിങ് റെഗുലേഷൻസിന്റെ കീഴിൽ വരുന്ന ഒരു ലോ ആണ്. അൺലോഫുൾ ലെൻഡിങ് ആക്ടിവിറ്റീസ് പ്രിവെന്റ് ചെയ്യാനായിട്ടൊരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട് ഭാരത സർക്കാർ. December 19th, 2024 അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന്റെ കീ പ്രൊവിഷൻസ് എന്ന് പറഞ്ഞാൽ അൺഓത്തറൈസ്ഡ് ലെൻഡിങ് പ്രൊഹിബിറ്റ് ചെയ്യാനായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അപ്രൂവൽ ഇല്ലാണ്ട് ലെൻഡിങ് ആക്ടിവിറ്റീസ് നടത്തിയാൽ അവർ വയലേറ്റേഴ്സിന് 7 വർഷത്തിന്റെ ഇംപ്രിസൺമെന്റും 1 കോടി രൂപയുടെ ഫൈനും കൂടിയും ആണ് ഇമ്പോസിഷൻ ഉള്ളത്. അതേപോലെ അൺലോഫുൾ റിക്കവറി പ്രാക്ടീസസ് അഡോപ്റ്റ് ചെയ്താൽ ലെൻഡേഴ്സ് അതിന് വേണ്ടിയിട്ടുള്ള ഫൈന് 10 years വരെ ഇംപ്രിസൺമെന്റും ഫൈൻ എമൗണ്ട് ട്വൈസ് ദ ലോൺ എമൗണ്ട് ആയിട്ടായിരിക്കും ഫൈൻ ഉണ്ടാവുന്നത്. അതേപോലെ ഡിസെപ്റ്റീവ് മാർക്കറ്റിംഗ് അഡോപ്റ്റ് ചെയ്യുന്നത്, കള്ളപ്രചരണം ചെയ്തിട്ട് ആൾക്കാരെ അട്രാക്ട് ചെയ്യണതും ബോറോവേഴ്സിനെ അട്രാക്ട് ചെയ്തിട്ട് കൊണ്ടുവന്ന ഒരു ഏജൻസീസിന് എതിരായിട്ട് ഫൈൻസ് ഇമ്പോസ് ചെയ്തിരിക്കുന്നത് 5 വർഷത്തിന്റെ പ്രിസൺ ടേമും 1 million rupeesന്റെ ഫൈനും കൂടിയാണ്. പിന്നെ റെഗുലേറ്റഡ് ലെൻഡേഴ്സിന്റെ ഒരു ഡേറ്റാബേസും കൂടി ഉണ്ടാക്കുന്നതായിരിക്കും ഭാരത സർക്കാർ. RBIയുടെ അപ്രൂവലിന്റെ കൂടെ ഉള്ള ഒരു ലെൻഡേഴ്സിന്റെ ഡേറ്റാബേസ് ആയിരിക്കും. അത് സിറ്റിസൺസിനെ ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലെൻഡേഴ്സ് ഒക്കെയാണ് ലോഫുൾ ലെൻഡേഴ്സ് അത് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലെൻഡേഴ്സിന്റെ ഡേറ്റാബേസ് ആയിരിക്കും. ഈ ഒരു ഡ്രാഫ്റ്റ് ബില്ലാണിത്. ഇതിന്റെ കമന്റ്സും ഫീഡ്ബാക്സിനും വേണ്ടിയിട്ട് പബ്ലിക് ഡൊമെയിനിൽ അതുണ്ട്. February 13, 2025 ഉള്ളിൽ നമുക്ക് ഫീഡ്ബാക്ക് കൊടുക്കണം ഈ ലോയില്. പിന്നെ ഇതൊരു ബില്ലായിട്ട് പാസ്സാകും. അടുത്ത സെഷനിൽ ഈ ബില്ലിന്റെ പ്രസന്റേഷൻ ഉണ്ടാകും പാർലമെന്റിൽ. ഈ ഒരു ബില്ല് പാസ്സാക്കിയാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. ഈ ലെൻഡിങ് ആക്ടിവിറ്റീസ് നടക്കുന്ന ഫ്രോഡ്സും പ്രത്യേകിച്ച് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് വഴി നടക്കുന്ന ഫ്രോഡിനെ കുറിച്ചാണ് ഈ ഒരു ബില്ല് ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബില്ല് പാസ്സാക്കിയാൽ ഒരുപാട് നമ്മുടെ കാര്യങ്ങളും കൺസ്യൂമേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്രൊട്ടക്ഷൻ വരുത്തുന്ന ഒരു ബില്ലായിരിക്കും. ഒരു സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ നിന്ന് വായ്പയെടുത്തായിരുന്നു എരഞ്ഞിപ്പാലത്തെ ഷിഞ്ചു മൊബൈൽ ഫോൺ വാങ്ങിയത്. ചില സാങ്കേതിക കാരണങ്ങളാൽ ഒരടവ് തെറ്റിയതോടെ അസഭ്യവർഷവും ഭീഷണിയും ഇയാൾക്ക് നേരിടേണ്ടി വന്നു. ഷിഞ്ചുവിന്റെ വാക്കുകൾ. ഫോൺ എടുത്തത് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങള് ഫസ്റ്റത്തെ ഒരു അടവ് നടത്തി. രണ്ടാമത്തെ ഞങ്ങളെ ബാങ്കിന്റെ ഒരു ഇഷ്യൂ ആയിട്ട് അവർ പറഞ്ഞു ഈ ബാങ്കിലേക്ക് കളക്ട് ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾ പുതിയൊരു അക്കൗണ്ട് തുടങ്ങണം എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പുതിയൊരു അക്കൗണ്ട് തുടങ്ങി. അപ്പൊ ആ അക്കൗണ്ട് പാസ്ബുക്ക് കിട്ടാൻ കുറച്ച് ഞങ്ങൾക്ക് സമയം എടുത്തു. ആ സമയത്തിനുള്ളിൽ ഞങ്ങൾക്ക് 3-ാം തീയതിയാണ് ഞങ്ങൾ ഈ ഫോണ് വാങ്ങിയതിന്റെ അടവ് വന്നത്. അപ്പൊ ഞങ്ങൾക്ക് അന്ന് നേരിട്ട് അടയ്ക്കാനും പറ്റിയില്ല. ഞങ്ങൾ പുതിയ ബാങ്ക് ഏടെയാണല്ലോ. അപ്പൊ അത് കഴിഞ്ഞപ്പോ 4-ാം തീയതിക്ക് ഞങ്ങൾ കാത്തു. അപ്പൊ ഒന്നും റെഡി ആയില്ല. 20-ാം തീയതിയാണ് ഇതിന്റെ ഒരു സമയം വന്നത്, ലാസ്റ്റ് സമയം. അപ്പോഴത്തെ ഞങ്ങൾ ബാങ്കിൽ പോയി EMIയും ബൗൺസൊക്കെ അടയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അവിടെ പോയപ്പോ അവര് പറഞ്ഞ് 8,000 സംതിങ് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. ചോദിച്ചപ്പോ അവര് പറഞ്ഞ് ഇത് ബൗൺസ് ആയതാണെന്ന് പറഞ്ഞു. ആകെ 4,000 അടവാണല്ലോ, അല്ലാണ്ട് 8,000 സംതിങ് ആണ്. അപ്പൊ അതൊന്നുമല്ല, അത് അങ്ങനെ നടപ്പോ ഞങ്ങൾ ഓക്കെ, ഞങ്ങൾ 25-ാം തീയതി വന്നിട്ട് ഞങ്ങൾ അത് തന്നെ അടച്ചോളാം, ഞങ്ങൾ എന്തായാലും അടയ്ക്കണം, അല്ലെങ്കിൽ നമുക്ക് സിവിലിന് ബാധിക്കല്ലോ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് 2-3 ദിവസമായിട്ട് വേറൊരു വ്യക്തി വിളിക്കലുണ്ട്. അവര് വിളിച്ചിട്ട് നിങ്ങൾ എന്താ അടവ് അടയ്ക്കാത്തത്? അപ്പൊ ഞങ്ങൾ സാർ ഇങ്ങനെയാണ് പ്രശ്നം, ബാങ്കിന്റെ ഒരു വിഷയമായിട്ട് ഞങ്ങൾ ബാങ്കിൽ പോയിട്ട് പറഞ്ഞേക്കുന്നത്, അല്ല അതൊന്നും ഇപ്പം തന്നെ പൈസ അടയ്ക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ നിങ്ങൾ ആ സാധനം കൊണ്ട് തിരിച്ചു തരാം. ഞാൻ പറഞ്ഞത് സാറ് വാങ്ങിയ സാധനം നിങ്ങളെങ്ങനെ തിരിച്ചു തരാം? ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്, പൈസ ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങളിന്ന് ലോൺ എടുത്തിട്ട് ഈ സാധനം വാങ്ങിയത്. അതൊന്നും അല്ല, നിങ്ങൾ ഇപ്പൊ പൈസ അടിക്കുക, അല്ല നിങ്ങളെ വീട് വരും. അപ്പൊ ഞാൻ പറഞ്ഞു സാറിന് എന്റെ വീട് വിടാൻ എന്നെ സാർ, ഞങ്ങൾ വീട്ടിലെ വരാം. ഞാൻ പറഞ്ഞു വീട്ടിൽ വന്നാൽ ഞങ്ങൾക്ക് ഇതന്നെ പറയാനുള്ളൂ, ഞങ്ങളെ ബാങ്ക് ഏഡ് ചെയ്യണം, ആ ബാങ്കിലേ നമുക്ക് ഇടാൻ പറ്റുള്ളൂ. അതൊന്നും പറ്റൂല. അവരുടെ വീടിന്റെ അടുത്ത് വന്നിട്ട് എന്നെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന സ്ഥലത്ത്, ഞാൻ ടൗണിലില്ല. അപ്പൊ അല്ല നിങ്ങൾ ഇപ്പം തന്നെ വരും. ഞാൻ പറഞ്ഞു ഇന്ന സ്ഥലത്ത് അല്ലായിരുന്നു, അതൊന്നും വല്ലാറിഞ്ഞിട്ട്. അപ്പൊ ലാസ്റ്റ് ഞാൻ പറഞ്ഞു എനിക്കിപ്പോ പറ്റൂല, അടയ്ക്കാൻ പറഞ്ഞു. ഞങ്ങൾക്ക് എന്താ അടയ്ക്കാൻ പറ്റത്? ഞങ്ങളിത് സാധനം വാങ്ങിയിട്ട് മുങ്ങി അടക്കാണ്ടോ
അനക്കെന്താ അടച്ചാല് വേറെ ആളെ പേര് എടുത്തിട്ട് ഈ മുങ്ങാണോ അങ്ങനെ എന്തൊക്കെ ഒരു വല്ലാത്തൊരു മാനസികമായിട്ട് നമ്മളെ തളർത്തിക്കാഞ്ഞു. അല്ലെങ്കിൽ ഒരു 3-4 അടവ് തെറ്റിയിട്ട് ഒരാൾ ദേഷ്യം പിടിക്കുകയാണെങ്കിൽ അതിനൊരു അർത്ഥമുണ്ട്. ഇത് അതല്ല. എന്തൊക്കെ ഒരു വർത്താനാറുണ്ട് അവർ സംസാരിച്ചത് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഒരു ലോൺ എടുത്തെങ്കിൽ എന്തായാലും ഞങ്ങൾ അത് ഫുള്ള് അടച്ച് തീർക്കണം. അതിന്റെ എത്ര പലിശ ആയാലും ഇനി ബൗൺസ് ആയാലും ഞങ്ങൾക്ക് അടയ്ക്കണം. അല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ വേറെ ഒരു ലോണിനൊക്കെ ബാധിക്കല്ലോ. ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാം. ഇത്തരക്കാരെ നിലക്കി നിർത്താൻ നിയമങ്ങൾ പലതും നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട്. എന്നാൽ അത് പ്രായോഗികമാക്കാത്തതാണ് പല അനിഷ്ട സംഭവങ്ങൾക്കും കാരണം. സാമ്പത്തിക വിദഗ്ധൻ ഡോക്ടർ എൻ അജിത് കുമാർ. അംഗീകാരമില്ലാത്ത വായ്പ വിലക്കി ഒരു കേന്ദ്ര നിയമം വരുന്നു എന്നൊരു പ്രധാനപ്പെട്ട വാർത്ത ഇന്ന് വന്നിരിക്കുന്നുണ്ട്. ആകെ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എനിക്ക് അതിൽ നിന്ന് മനസ്സിലാക്കിയത്. ഒന്ന്, വായ്പ നൽകുന്ന വ്യക്തി അദ്ദേഹം ലയബിളാണ്. ആർക്കാണ് അദ്ദേഹം നൽകുന്നത് എന്ന് പരമപ്രധാനമാണ്. ബന്ധുക്കൾക്കല്ലാതെ വേറെ ആർക്ക് കൊടുത്താലും അദ്ദേഹത്തിന് ഇത് ഒരു ഒഫൻസ് ആക്കിയിട്ട് മാറ്റാം. ബന്ധുക്കൾ എന്ന് പറയുന്നത് ഇന്ത്യൻ കമ്പനീസ് ആക്ട് 1956 ചാപ്റ്റർ 6 22 പേര് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ആ 22 പേരിൽ നിന്ന് പുറത്ത് ആർക്കെങ്കിലും പലിശയ്ക്ക് വായ്പ കൊടുത്താൽ അത് ശിക്ഷാർഹമാണ് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വസ്തുത ഇതിൽ വന്നിട്ടുണ്ട്. കാരണം വളരെയധികം വ്യക്തിഗത വായ്പകളിലൂടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും കോവിഡ് കാലത്ത് വളരെയധികം വായ്പകൾ നൽകുന്നുണ്ട്. കാരണം അന്ന് ജോലിയില്ലാതെയും പണത്തിന് ബുദ്ധിമുട്ടുള്ള ആൾക്കാരെല്ലാവരും ഓൺലൈനായിട്ട് വളരെയധികം സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പ വാങ്ങിയിട്ടുണ്ട്. ഈയിടെ ഞാനൊരു വായിക്കുകയുണ്ടായി. ഒരു വ്യക്തി കോവിഡിന്റെ കാലത്ത് എടുത്ത വായ്പ ഇനിയും തിരിച്ചടച്ചില്ല. തിരിച്ചടയ്ക്കാൻ ഉപയോഗിക്കുന്ന മാർഗം എന്താണെന്ന് പറഞ്ഞാൽ ഒരു വായ്പ തിരിച്ചടയ്ക്കാൻ വേറൊരു വായ്പ വാങ്ങുന്നു. അങ്ങനെ അദ്ദേഹം 57 വായ്പകൾ വാങ്ങിച്ചു എന്നാണ് ന്യൂസ് ഐറ്റം പറയുന്നത്. അപ്പൊ അങ്ങനെ പല വ്യക്തികളുമുണ്ട്. വാങ്ങിക്കുന്നതോ അനധികൃത സ്ഥാപനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ അനധികൃത വ്യക്തികളിൽ നിന്ന്. കാരണം മണി ലെൻഡേഴ്സ് ആക്ട് 1958 വൃത്തിയായിട്ട് പറയുന്നുണ്ട് മണി ലെൻഡിങ് ഒരു കോഗ്നൈസബിൾ ഒഫൻസ് ആണ്. പക്ഷെ മണി ലെൻഡിങ് വളരെ കൃത്യതയോടെ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഞാൻ താമസിക്കുന്ന എറണാകുളത്ത് തന്നെ മാർക്കറ്റിൽ മണി ലെൻഡിങ്ങിനുള്ള വ്യക്തികളുണ്ട്. ശരിക്കും പണം പലിശയ്ക്ക് കൊടുക്കുന്നവർ. കാലത്ത് ആളുകൾ വന്ന് അവരിൽ നിന്ന് പണം കടം മേടിക്കുന്നു, കാര്യങ്ങളൊക്കെ നടത്തുന്നു. ദിവസം അവസാനിക്കുമ്പോൾ പലിശയോടെ അങ്ങ് തിരിച്ചടയ്ക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എങ്ങനെ ഇത് നിർത്തലാക്കാൻ പറ്റും എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഇതിന്റെ ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് കാർഷിക മേഖലയിൽ ഏകദേശം ഇന്നും 20 മുതൽ 25% വായ്പകൾ നൽകുന്നത് ഈ പണമിടപാടുകാരാണ്. അപ്പൊ ഈ പണമിടപാടുകാരെ നിലയ്ക്ക് നിർത്താനായി 1958 ആക്ടിന് പോലും പറ്റിയില്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള പുതിയൊരു ആക്ട് ആണോ ഇത് എന്ന് കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്തിട്ടില്ല. കാര്യം 2-3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒഫൻസ് ആണ്. 2 ലക്ഷം മുതൽ 1 കോടി രൂപ വരെ ഇവർക്ക് പണിഷ്മെന്റ് ആയിട്ട് നൽകാൻ പറ്റും. 2 വർഷം മുതൽ 7 വർഷം വരെ തടവ് ശിക്ഷ എന്നൊക്കെ ആക്ടിൽ പറയുന്നുണ്ടെങ്കിലും അതെങ്ങനെ നടപ്പിൽ വരുത്തും എന്നുള്ളത് തീരെ വ്യക്തതയില്ല. 2025 ഫെബ്രുവരി 13 വരെ സമയം നൽകിയിട്ടുണ്ട് പൊതുജനങ്ങളുടെ അഭിപ്രായം കിട്ടാനായിട്ടും സംസ്ഥാന സർക്കാരുകൾക്ക് അഭിപ്രായം കിട്ടാനായിട്ടും. സെൻട്രൽ ഗവൺമെന്റ് ഇതിനെക്കുറിച്ച് ശരിക്കും സീരിയസ് ആയിട്ട് തന്നെ പോകണം. പക്ഷെ എത്ര കണ്ട് ഈ സീരിയസ്നെസ് ഉണ്ട്. കാരണം പ്രത്യേകിച്ച് ഇപ്പൊ തന്നെ ഇഷ്ടംപോലെ നിയമങ്ങളുണ്ട്. പക്ഷെ പുതിയ നിയമം മറ്റെല്ലാ നിയമങ്ങളെയും മാറ്റി നിർത്തി പുതിയൊരു സാഹചര്യം ഉണ്ടാക്കുകയാണെങ്കിൽ. കാരണം ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു, രജിസ്ട്രേഷൻ എല്ലാവരും നടത്തണം. ഒരു സെൻട്രൽ ഏജൻസിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഏജൻസികളിൽ നിന്ന് മാത്രമേ വായ്പ വാങ്ങാൻ പറ്റുള്ളൂ. ആരാണ് വായ്പ വാങ്ങുന്നു, ഏത് സ്ഥാപനം, ആ സ്ഥാപനം രജിസ്റ്റേർഡ് ആണോ അല്ലയോ എന്ന് ഉപഭോക്താക്കൾക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഒരുക്കുന്നുണ്ടെന്ന് പറയുന്നു. അത് വന്ന് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് നല്ലൊരു കാര്യം തന്നെയാണ്. ഈ ഉപഭോഗ സംസ്കാരത്തിന് കുറച്ച് കുറവും എല്ലാ കാര്യങ്ങളും വായ്പ കൊണ്ട് തന്നെ നടത്തണം എന്നുള്ള ചിലരുടെ വാശിയും ഇതൊക്കെയാണ് ഈ പ്രശ്നങ്ങളിലേക്ക് വരുന്നത്. ഇത്രയും പ്രബുദ്ധരായ മലയാളികൾ പോലും ഇങ്ങനത്തെ പ്രശ്നങ്ങളിൽ പെടുന്നത് വളരെ സങ്കടകരമായിട്ടാണ് പലപ്പോഴും ഞാനത് വീക്ഷിച്ചിരിക്കുന്നത്. ശരാശരി മലയാളിയുടെ ജീവിത രീതി അനുസരിച്ച് വായ്പയില്ലാതെ ജീവിക്കാൻ പറ്റാതായിരിക്കുന്നു. മറ്റുള്ളവന്റെ ജീവിതം അനുകരിക്കാൻ തുനിയുമ്പോൾ വരുമാനം കുറവാണെങ്കിൽ പിന്നെ വായ്പ എടുക്കാതെ തരമില്ല. ഇത്തരക്കാരെ ചൂഷണം ചെയ്യാനാണ് സ്വകാര്യ ബാങ്ക് ഇടപാടുകാരും വ്യക്തികളും സഹായഹസ്തവുമായി മുന്നോട്ട് വരുന്നത്. വായ്പ നൽകുന്നതുവരെ വാക്കുകളിൽ തേനും പാലും നിറയും. എന്നാൽ ഒരടവങ്ങാനും തെറ്റിയാൽ പിന്നെ ഗുണ്ടായിസവും അസഭ്യവർഷവും. ഇത്തരക്കാർക്ക് ഒരു മൂക്കുകയറിടാൻ പുതുതായി വരുന്ന നിയമത്തിന് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ശ്രദ്ധ തയ്യാറാക്കി അവതരിപ്പിച്ചത് സി ഉദയചന്ദ്രൻ. ആശയം നിർവഹണം സി കൃഷ്ണകുമാർ. ശ്രദ്ധ.